എല്ലാവർക്കും എന്റെ നമസ്കാരം. ഞാൻ ഇല്ലം കൗൺസിലിംഗ് ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിലെ സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ്. കുട്ടികളിൽ പൊതുവേ കാണുന്ന സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിസോർഡേഴ്സ് അഥവാ സംസാരപരമായിട്ടുള്ളതും ഭാഷാപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അഥവാ തകരാറുകൾ ഉണ്ടാകുന്നതിനുള്ള പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ്. ഒരു കുട്ടിയുടെ വളർച്ചയിൽ സംസാരവും ഭാഷാ വികസനവും അത്യന്തം പ്രധാനമാണ്. എന്നാൽ ചിലപ്പോൾ ചില ലക്ഷണങ്ങൾ നമ്മൾ തിരിച്ചറിയാതെ പോകുകയാണെങ്കിൽ അത് കുട്ടികൾക്ക് ആശയവിനിമയ കഴിവിൽ തടസ്സങ്ങൾ ഉണ്ടായേക്കാം. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞ് ആ കുട്ടിയുടെ വളർച്ചാ കാലഘട്ടത്തിൽ ആർജിച്ചെടുക്കേണ്ടുന്ന കഴിവുകൾ അഥവാ സ്കിൽസുകൾ പേരൻസ് കൃത്യമായി മോണിറ്റർ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ കുട്ടികളുടെ ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസ് മോണിറ്റർ ചെയ്യുകയും പ്രധാനമായും സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് മൈൽ സ്റ്റോൺസുകൾ മോണിറ്റർ ചെയ്യുകയും അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഡിലേയോ അഥവാ താമസം വരികയാണെങ്കിൽ കുട്ടികൾക്ക് സംസാരപരമായിട്ടുള്ളതോ ഭാഷാപരമായിട്ടുള്ളതോ തകരാറുകൾ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. ഇനി നമുക്ക് കുട്ടികളിൽ പൊതുവെ കാണുന്ന ലാംഗ്വേജ് ഡിസോർഡേഴ്സ് ഉണ്ടാകുന്നതിനുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. കുഞ്ഞ് ജനിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും ശബ്ദങ്ങൾ ഉണ്ടാക്കാതിരിക്കുകയോ മറ്റുള്ളവരെ നോക്കി പുഞ്ചിരിക്കാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നാം അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ 7 അഥവാ 9 മാസങ്ങൾ കഴിഞ്ഞിട്ടും കുറച്ച് ശബ്ദങ്ങൾ മാത്രമേ ഉണ്ടാക്കുന്നില്ലെങ്കിലോ അതുപോലെ ആക്ഷൻസ് കുറവായിട്ടാണ് കാണിക്കുന്നെങ്കിലോ നാം അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 1 വയസ്സാകുമ്പോൾ കുട്ടികൾ വാക്കുകൾ പറഞ്ഞു തുടങ്ങുന്നു. എന്നാൽ അതിന് താമസം വരികയോ 2 വയസ്സ് കഴിഞ്ഞിട്ടും കുറച്ച് വാക്കുകൾ മാത്രമേ പറയുന്നുള്ളൂ എങ്കിലോ വാക്കുകൾ കൂട്ടിച്ചേർത്ത് വാക്യങ്ങളാക്കാൻ പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലോ നാം അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 3 അഥവാ 4 വയസ്സ് കഴിഞ്ഞിട്ടും കുട്ടികൾ പറയുന്ന സംസാര ശൈലി മറ്റുള്ളവർക്ക് മനസ്സിലാവാതിരിക്കുകയോ വായനയുടെ പ്രാരംഭഘട്ടത്തിൽ പുസ്തകങ്ങൾ നോക്കാനുള്ള താല്പര്യക്കുറവ് കാണിക്കുകയോ അക്കാഡമിക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയോ ചെയ്യുകയാണെങ്കിൽ നാം അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തതായി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്പീച്ച് സോൺ ഡിസോർഡർ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ്. ചിലപ്പോൾ ചില കുട്ടികൾ പ്രായത്തിന് അനുയോജ്യമായ രീതിയിൽ ശബ്ദങ്ങൾ വികസിക്കാതെ വരാം. എടുത്തു പറയുകയാണെങ്കിൽ ഉച്ചാരണത്തിനുള്ള പിഴവ് അഥവാ ചില ശബ്ദങ്ങൾ ശരിയായ രീതിയിൽ പറയാതെ വരികയോ ചെയ്യുകയാണെങ്കിൽ നാം ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. സംസാരത്തിന്റെ വളർച്ച ഒരു ക്രമാത്മക പ്രക്രിയയാണ്. ലളിതമായി ഉച്ചരിക്കുന്ന ശബ്ദങ്ങളിൽ തുടങ്ങി വയസ്സ് കൂടുന്തോറും അഥവാ പ്രായം കൂടുന്തോറും സങ്കീർണമായ ശബ്ദങ്ങൾ സംസാരിക്കാൻ കുട്ടികൾ ആർജിച്ചെടുക്കുന്നു. ഉദാഹരണത്തിനായി ആദ്യമായി പറയുന്ന ശബ്ദങ്ങളായ ആ, ഇ, ഉ അതുപോലെ തന്നെ വ്യഞ്ജനാക്ഷരങ്ങളായ പ്, ബ്, മ് ശബ്ദങ്ങളാണ് ആദ്യം കുട്ടികൾ സംസാരിച്ചു തുടങ്ങുന്നത് അഥവാ ഉച്ചരിച്ചു തുടങ്ങുന്നത്. എന്നാൽ ഇതിന് താമസം വരികയോ 3 വയസ്സ് കഴിഞ്ഞിട്ടും കുട്ടികൾക്ക് ഈ ലളിതമായ ശബ്ദങ്ങൾ പോലും സംസാരിക്കാൻ ബുദ്ധിമുട്ട് വരികയോ ഉച്ചാരണത്തിന് എന്തെങ്കിലും പിഴവ് വരികയോ നാം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സംസാരത്തിന്റെയും ഭാഷയുടെയും പ്രശ്നങ്ങൾ നേരത്തെ തന്നെ തിരിച്ചറിയുക, സമയോചിതമായി ഇടപെടുക. ഈ പറഞ്ഞ ലക്ഷണങ്ങൾ നിങ്ങളുടെ കുട്ടികൾ കാണിക്കുന്നുണ്ടോ എങ്കിൽ തീർച്ചയായും ഒരു സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്.